വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്കാര സാഹിതി സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും സംഘടിപ്പിക്കുന്ന വായനയാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയുള്ള എഴുത്തുകാരി സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയം പുസ്തക ചർച്ചയുടെ ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കരയിൽ നടന്നു. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ കൺവീനർ ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയെ കാവ്യവൽക്കരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ ചരിത്രത്തെ വികൃതമാക്കുവാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു. ഇന്ത്യയെ കാവ്യവൽക്കരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വികൃതമാക്കുവാൻ നരേന്ദ്രമോദി സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ കൺവീനറും ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞു. വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്കാര സാഹിതി സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും സംഘടിപ്പിക്കുന്ന വായനയാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയുള്ള എഴുത്തുകാരി സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയം പുസ്തക ചർച്ചയുടെ ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കരയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് വലിയൊരു പാരമ്പര്യം നമുക്ക് കോൺഗ്രസിന് കിടപ്പുണ്ട്. അതിനെയൊക്കെ മറന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പലപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അങ്ങനെയൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ പോകുമെന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് ഈ വായനാ ദിനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പുസ്തകം ഇന്ത്യ എന്ന ആശയമാണ്. ഇത് ഒരു മഹത്തായ ആശയം നമ്മുടെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു ആശയമാണ്. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു ധോത്തി പോലെയാണ്. ഒരു ധോത്തി, ഒരു മുണ്ട് പോലെ അല്ലെങ്കിൽ ഒരു തോർത്ത് പോലെ ആണ്. ആ ആശയത്തിൽ ആ മുണ്ടിൽ അല്ലെങ്കിൽ ആ ധോത്തിയിൽ കുറച്ച് ചുളിവുകൾ ഉണ്ടാവും, കുറച്ച് ഞൊറിവുകൾ ഉണ്ടാകും. അതൊക്കെ പല ഭാഷകളും വിവിധ ജാതികളും വിവിധ സംസ്കാരങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു ഇന്ത്യയാണ് നമുക്കുള്ളത്. ജില്ലാ ചെയർമാൻ എ കബീർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അനി വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്നതും ഉദ്ഘാടകൻ ഇവിടെ വായിച്ച ഭാഗത്ത് കേട്ട ഭാഗങ്ങൾ അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വിശ്വാസപൂർവമായ ജീവിതം നയിച്ച ഗാന്ധിയും അതിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതാനുഭവമുള്ള നെഹ്റുവും അവർ രണ്ടുപേരും കൂടി കൈകോർത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇന്ത്യയിലെ ഓരോ കോൺഗ്രസ്സുകാരും പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇത് നമ്മൾ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും നിലവിലുള്ള ഭരണകൂടങ്ങളെ തെറ്റായിട്ടുള്ള നീക്കങ്ങളെ തുറന്നു കാട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താനുള്ളൂ. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മീറ്റിംഗ് രാഷ്ട്രീയ പ്രസംഗം മാത്രം നടത്തിയതുകൊണ്ട് മാത്രം കാര്യക്കും. മനുഷ്യനെ കൂടുതൽ എംപവർ ചെയ്യിക്കാൻ സാധിക്കണം. നിന്റെ സംസ്കാരം എന്തായിരുന്നു, നീ ഉയർത്തപ്പെട്ട മൂല്യങ്ങൾ എന്തായിരുന്നു, ആ മൂല്യങ്ങളെ വിസ്തരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് നമ്മുടെ മുന്നിലേക്ക് ആ മൂല്യങ്ങളെ, സംസ്കാരധാരകളെ, നമ്മുടെ പാരമ്പര്യത്തെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടി നമ്മളെ അതിലേക്ക് ആകർഷിച്ചെങ്കിൽ മാത്രമേ ഇതിനെതിരായിട്ടുള്ള ശക്തികളെ പരാജയപ്പെടുത്താനുള്ളൂ. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ആഞ്ചിയിൽ രഘു പുസ്തക അവതരണവും ആർ രാജേഷ്, പി എൻ പണിക്കർ അനുസ്മരണവും നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടീനു തോമസ്, അജയൻ വി കാട്ടുങ്കൽ, ജില്ലാ ഭാരവാഹികളായ നിതീഷ് പള്ളിപ്പാടൻ, അനിത വിജയൻ, ടിനി ജോർജ്, അജയ് കുറുപ്പ്, അനിത സജി, നിയോജകമണ്ഡലം ചെയർമാൻ SY ഷാജഹാൻ, ട്രഷറർ രേഖ ആർത്താങ്കൾ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.